എല്ലാവരും സീഡ് ഡിസ്പേഴ്സൽ അതായത് വിത്ത് വിതരണത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തെല്ലാം മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഹിന്റ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ പാപ്പസ് തന്നിട്ടുണ്ട്, ത്രൂ വിൻഡ് അതായത് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റ് 2 ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ലേഡീസ് ഫിംഗർ അതായത് നമ്മുടെ വെണ്ട, അത് അങ്ങനെ ഒരു വിത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏത് രീതിയിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നതെന്നും അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ ഇവിടെ കോക്കനറ്റ് തന്നിട്ടുണ്ട്. ഈ കോക്കനറ്റ് അല്ലെങ്കിൽ തേങ്ങ ഏത് മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നതെന്നും അതിന് 2 ഉദാഹരണങ്ങളും നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം. ഇനി അടുത്തത് ഗുവാവ, പേരയ്ക്കയും ഇതുപോലെ തന്നെ ഏത് മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്, അതുപോലെ തന്നെ ഈ ഒരു മാർഗത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന 2 സസ്യങ്ങൾ അല്ലെങ്കിൽ 2 വിത്തുകളുടെ ഉദാഹരണങ്ങളും ഇവിടെ എഴുതണം. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമുക്ക് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന് കുറച്ച് ഉദാഹരണം നോക്കാം. ഇവിടെ നമുക്ക് അപ്പൂപ്പന്താടി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മഹാഗണി നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഇനി ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് ബൈ ബേസ്റ്റിംഗ് അതായത് പൊട്ടിത്തെറിച്ചാണ്. അപ്പൊ ലേഡീസ് ഫിംഗറിന്റെ കൂടെ തന്നെ നമുക്ക് ബാൽസവും കൂട്ടിച്ചേർക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കോക്കനറ്റ് തന്നിട്ടുണ്ട്. കോക്കനറ്റ് പോലെ തന്നെ ലോട്ടസും എങ്ങനെയാണ് വാട്ടറിലൂടെ വിത്ത് വിതരണം നടത്തുന്നതാണ്. പിന്നെ ഇവിടെ ഗുവാവ എങ്ങനെയാണ് ബൈ ബേർഡ്സ് അല്ലെങ്കിൽ ബൈ ആനിമൽസിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അനുയോജ്യമായ രീതിയിൽ ഫിൽ ചെയ്യുക.